ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ഓലൻ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും. ഈ ഓലൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് വൻപയർ, 1-ാം പാല്, 2-ാം പാല്, കറി ലീവ്സ്, കുമ്പളങ്ങ, പിന്നെ 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പാനിലേക്ക് നമ്മൾ ഈ കുമ്പളങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിലേക്ക് 1-2 കറി ലീവ്സും, ഒരു 3-4 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 കപ്പ് വെള്ളം, 1.25 കപ്പോളം 2-ാം പാലും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി ചേർത്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ കുമ്പളങ്ങയൊക്കെ ഈ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കണം. ഞാൻ 1 കപ്പോളം വൻപയർ ഉപ്പിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞെടുത്തേക്കുന്നതാണ്. അതൊന്ന് ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പയർ ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും 1 തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഒരു മിനിറ്റോളം 1-2 മിനിറ്റോളം ഒന്ന് അടച്ച് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓലൻ. ഈസിയാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.